ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിതേ കുഞ്ഞൂട്ടനെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ കുഞ്ഞൂട്ടൻ ഇത് ആദ്യം സെറ്റായിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവനായിരിക്കും ഫസ്റ്റ് വന്നിട്ട് എൻ്റെ അടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒറ്റ പോക്കാണ്, പിന്നെ അവനെ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാമ്പഴം കൊണ്ട് ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചല്ലോ ഫസ്റ്റ് തന്നെ മാമ്പഴം ഇങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞു അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമ്പഴം ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി വേർഷനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ ഒരുപാട് മധുരവും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളൊരു സംഭവമല്ലേ. ഇത് നമ്മുടെ തനി നാടൻ മധുരം മാത്രം, അതായത് മാമ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഇതിലുള്ളൂ, വേറൊന്നുമില്ല. ഇതൊരു ഹെൽത്തിയർ വേർഷനാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. സംഭവം എന്തായാലും കലക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പൊതുവേ എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ അച്ഛനും അമ്മക്കൊന്നും മധുരം ഇഷ്ടമല്ല. അപ്പോൾ അവർക്കൊക്കെ കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം കുറവാണ്. അമ്മക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് മാത്രമല്ല, അമ്മക്ക് പൊതുവേ മധുരം ഇഷ്ടമല്ല. അച്ഛന് പിന്നെ ഏറ്റവും ലൈറ്റായിട്ടുള്ള ചായ, ഇലയട, പിന്നെ കുഴക്കട്ട, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അച്ഛന് ഇഷ്ടമേ അല്ല. അച്ഛന് മധുരമുള്ളതൊന്നും ഇഷ്ടമല്ല. നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ഐറ്റം മേടിച്ചിട്ട് കേക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അച്ഛന് ഒരു ചെറിയ പീസേ കഴിക്കുള്ളൂ. അച്ഛന് ഇഷ്ടമല്ല മധുരം. എന്താണെന്നറിയില്ല, അച്ഛന് പൊതുവേ മധുരം ഇഷ്ടമല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ബ്രെഡ് മുറിച്ച് വെച്ചു. പിന്നെ ഞാൻ കണ്ടല്ലോ ആദ്യമേ മാമ്പഴം നമ്മൾ ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ആണെങ്കിൽ ഓക്കെയാണ്. ഞാനിപ്പോൾ തേങ്ങാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് കുറച്ച് പഞ്ചസാര, മധുരത്തിന് ലേശം, ശരിക്കും പറഞ്ഞാൽ തേനായിരുന്നു അതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഷുഗർ പോലും യൂസ് ചെയ്യാതെയാണ് ആ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഷുഗറിന് പകരം അവർ തേനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. തേനിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട്, നമ്മുടെ നാടൻ തേനല്ല, മേടിച്ചതാണ്. അപ്പോൾ അതിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ ജോ. അപ്പം ഞാൻ കുഞ്ഞിനെല്ലാം കൊടുക്കണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ അത് മാറ്റി വെച്ചു. ഞാൻ തേനെടുത്തില്ല. ഞാനൊരു ഇച്ചിരി പഞ്ചസാര വേണമെങ്കിൽ ആഡാക്കിയാൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് തേനുണ്ടെങ്കിൽ തേൻ തന്നെ ആഡാക്കിക്കോളൂ. അപ്പോൾ അതിൽ കണ്ട പ്രകാരം ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇത് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. മറ്റാരുമല്ല, നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകൾ അഹാന കൃഷ്ണ ചെയ്യുന്ന ഒരു സംഭവമാണിത്. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഒരുപാട് മാങ്ങ കണ്ടപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാൻ തോന്നി. കുഞ്ഞനാണെങ്കിൽ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്, അവൻ ബ്രെഡും കഴിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അവൻ ഈ ഐറ്റം കഴിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ അവന് വലിങ്ങനെ ഇഷ്ടമായില്ല. കാരണം മാങ്ങേൻ്റെ മാത്രം മധുരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവൻ കുറച്ച് മധുരം ഇഷ്ടപ്പെടുന്ന ആളാണ്, ഒത്തിരിയല്ല എങ്കിലും അവന് മധുരം വേണം. അതുകൊണ്ട് അവൻ അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു ഇതൊരു പുഡിങ് ഉണ്ടാക്കുന്ന ബൗളില്ലേ, അതാണ് സംഭവം. അതിൽ നമ്മുടെ സൈഡൊക്കെ മുറിച്ച ബ്രെഡ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സെറ്റാക്കി വെച്ച തേങ്ങാപ്പാൽ, നിങ്ങൾക്ക് ഡയറക്റ്റ് തേങ്ങേൻ്റെ പാൽ തന്നെ കിട്ടുമെങ്കിൽ അങ്ങനെ എടുത്തോട്ടോ, അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അത് ഇതിലേക്ക് ആഡ് ചെയ്താൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മറ്റേ പീടിയിൽ നിന്ന് കിട്ടുന്ന സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ കുറച്ച് കട്ടിയിൽ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. 2 പാക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 പാക്കറ്റ് തേങ്ങാപ്പൊടി മിക്സാക്കിയിട്ട് ആക്കിക്കോളൂ, എങ്കിലേ കുറച്ചും കൂടെ കട്ടിയിൽ കിട്ടുള്ളൂ. എനിക്കിപ്പം കുറച്ച് നേരത്താണ് കിട്ടിയത്, കാരണം ഒരു പാക്കറ്റേ ഞാൻ മേടിച്ചുള്ളൂ ഗൈസ്. അത് മാത്രം എൻ്റെ കയ്യിൽ പറ്റിപ്പോയി, ചെറിയൊരു അബദ്ധം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചു, ബ്രെഡ് വെച്ച് തേങ്ങാപ്പാൽ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഇതേ മാമ്പഴം, നല്ല മധുരമുള്ള അടിപൊളി മാങ്ങയാണ്. അപ്പം അതിങ്ങനെ ലെയറായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞൻ ആദ്യം തൊട്ടേ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം, ഞാൻ കേക്ക് എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇതിന് അഹാന കൃഷ്ണ വേറെന്തോ പേരാണ് ഇട്ടത്, അതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ആ പേരൊന്നും ഞാൻ ഇതിനിടുന്നില്ല. ഇത് എൻ്റെ വേർഷനാണ്, അഹാനേൻ്റെ സംഭവമേ അല്ല. അതിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ മാറ്റിയിരിക്കുന്നു ഗൈസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ബ്രെഡ് ഞാൻ ഉദ്ദേശിച്ചതൊരു 5-6 സ്ലൈസ് ബ്രെഡ് ആകുമ്പോഴത്തേക്കും മതിയാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് സംഭവം ബൗളും കുറച്ച് ചെറുതായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, 3 സെറ്റാക്കേണ്ട സംഭവം കിട്ടിയില്ല. അത് എങ്ങനെ കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. ലാസ്റ്റ് മൂടി ഇടാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം ഞാൻ നേരെ കമുത്തിയിട്ടായിരുന്നു മൂടി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 40 മുതൽ 1 മണിക്കൂർ വരെ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് എടുത്തിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ഈ തേങ്ങാപ്പാലിൻ്റെ കുറച്ച്
കുറവായിരുന്നു. അപ്പോൾ അടിയിലേക്ക് പോയത് ലേശം കുറവായിരുന്നു. ഇതിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചിരുന്നുണ്ട്. ആദ്യത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ബ്രെഡാണല്ലോ, ബ്രെഡ് വേഗം വെള്ളം ഇങ്ങനെ കുടിച്ചെടുക്കുന്ന ഒരാളാണല്ലോ, അപ്പം അതുകൊണ്ടും കൂടെ ആണോ എന്നറിയില്ല. അപ്പോൾ ബ്രെഡൊക്കെ വെള്ളം കുടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ജ്യൂസി ടൈപ്പ് ആവുന്ന രീതിയിൽ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ജ്യൂസി ആവില്ല. കാരണം എന്താ വെച്ചാൽ ബ്രെഡ് നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്, ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ കുടിച്ചെടുക്കും. അപ്പം ഇതൊരിക്കലും ജ്യൂസി ആവില്ല. ഇതൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക, കേക്കും അല്ല പുഡിങ്ങും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമായി മാറും ലാസ്റ്റ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും തേങ്ങാപ്പാൽ ഈ ലെയറിലായിരുന്നു കുറച്ച് കുറവ് വന്നത്. അപ്പോൾ തേനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് ലേശം മധുരം കുറഞ്ഞതെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ മധുരം വേണ്ടാത്തവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആണല്ലോ, ഒന്നും വേറെ ഇല്ലല്ലോ. പിന്നെ അവർ ഉപയോഗിച്ചത് വീറ്റ് ബ്രെഡായിരുന്നു. വീറ്റിൻ്റെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്നാണ് മേടിച്ചത്. അവിടെ വീറ്റില്ല, വീറ്റിൻ്റെ ബ്രെഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ സാധാരണ നോർമൽ ബ്രെഡ് തന്നെയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഹെൽത്തിയർ വേർഷൻ ആയതുകൊണ്ട് അവർ വീറ്റിൻ്റെ ബ്രെഡൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് മാങ്ങ ഉടച്ച് ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ശരിക്കും ഒരു കേക്ക് പോലെ തന്നെ വരും. അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ജ്യൂസ് ഇങ്ങനെ നല്ല ഉടച്ചിട്ട് ജ്യൂസ് പോലെ ആക്കിയിട്ട് അതായിരുന്നു മുകളിൽ ലെയർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ മേടിച്ചിന് പറയാനുള്ള ഒരു സാധനം ആകെ ഞാൻ കാഷ്നട്ട് മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാഷ്നട്ട് ചെറുങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഞാനും കുഞ്ഞനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞനും ഞാനും കൂടെ അത് ഡെക്കറേറ്റ് ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കാഷ്നട്ടായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കറുത്ത മുന്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തില്ല. എനിക്ക് മുന്തിരി ഇങ്ങനെ വെറുതെ പറക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒന്നിൻ്റെയും മുകളിൽ ഇങ്ങനെ വെച്ചിട്ടായിരുന്നു, അതായത് ഇപ്പം പായസത്തിലായാൽ പോലും എനിക്ക് മുന്തിരി ഇഷ്ടമല്ല. അതെന്താണെന്നറിയില്ല. കറുത്ത മുന്തിരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മറ്റേ മഞ്ഞ കളർ അടിക്കുന്ന മുന്തിരി എനിക്ക് ഇഷ്ടമല്ല. കറുത്ത മുന്തിരി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇട്ടില്ല. കാരണം ഇതിലിട്ടാലും നമുക്ക് ഇങ്ങനെ കടിക്കുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഐസ്ക്രീമിൽ കിട്ടുന്ന നമ്മുടെ ഫലൂദയിലൊക്കെ കിട്ടുന്നത് എനിക്കിഷ്ടമാണ്, അല്ലാണ്ട് എനിക്കിഷ്ടമല്ല കേട്ടോ. അങ്ങനെ സെറ്റാക്കി. ഞാൻ പറഞ്ഞില്ലേ, മൂടി ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം മുകളിൽ വരെയായി. പിന്നെ ഇതിൻ്റെ മൂടി കുറച്ച് താഴേക്ക് പോകുന്ന മൂടിയാണ്. അപ്പോൾ പിന്നെ കുറച്ച് താഴ്ത്താന്ന് വെച്ചാൽ അതിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനിത് കുഞ്ഞൂട്ടൻ്റെ കയ്യിലൊക്കെ കൊടുത്ത് ഒരു വീഡിയോ ഒക്കെ പിടിച്ച് നേരെ നമ്മൾ ഫ്രീസറിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് 1 മണിക്കൂർ അവിടെ നിൽക്കട്ടെ എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഗായ്സ്, ഇത് 2-3 മണിക്കൂറുകൾ അവിടെ തന്നെ ആയിപ്പോയി. അങ്ങനെ കുഞ്ഞൻ്റെ നിർബന്ധപ്രകാരം എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അപ്പം അവൻ പറഞ്ഞു, നമുക്കിത് പൊട്ടിച്ചിട്ട് തന്നെ പോകാം അമ്മേ എന്ന് പറഞ്ഞതുകൊണ്ട്, അവന് ചെറിയൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടും ഞാൻ നേരെ എടുത്തിട്ട് ഇതേ സ്പൂണൊക്കെ പിടിച്ച് അവൻ റെഡിയാണ് കേട്ടോ. അങ്ങനെ അവൻ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോയി സെൻട്രൽ പോയിട്ടായിരുന്നു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. സെൻട്രലിൽ നിന്ന് അവൻ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ലേശം മധുരം കുറവായതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവൻ എടുത്തെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ മാത്രം എടുത്ത്, മാങ്ങ നല്ല തണുപ്പായതുകൊണ്ട് ആശാന് നല്ല തൊണ്ടവേദന ഉണ്ടെങ്കിൽ പോലും അവൻ മാമ്പഴം ഇഷ്ടമുള്ളതിൻ്റെ പേരിൽ അവൻ എടുത്തെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പം തന്നെ ഈ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു 40 അല്ലെങ്കിൽ 1 മണിക്കൂറായിരുന്നു അവർ മാക്സിമം ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു 2-3 മണിക്കൂർ ആയിട്ടുണ്ടാവുക വെച്ചിട്ട്. അപ്പം നല്ലോണം സെറ്റായിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇത് അവന് എടുത്തപ്പാടും കഴിച്ചു. അങ്ങനെ അവൻ ഓക്കെ ആയിരുന്നു. പിന്നെ അത് അതിൽ നിന്ന് അധികം കിട്ടാത്തതുകൊണ്ട് പിന്നെയും എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നേരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അച്ഛനും അമ്മമ്മക്കും കൊടുക്കാനാണ് ഈ പോകുന്നത്. അച്ഛനും അമ്മമ്മ അവിടെ കിടക്കുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് പോയി. അപ്പോൾ എന്ത് തന്നെയായാലും ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.